വെൽക്കം ടു എജ്യൂപോഡ്. അപ്പൊ നമ്മുടെ ക്ലാസ് 6ന്റെ ഹിന്ദി എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കുറച്ച് കവിതകൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ കവിതകളുടെ ആസ്വാദനക്കുറിപ്പ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ സാരാംശം എഴുതുക, അല്ലെങ്കിൽ ആശയം എഴുതുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ജമീകോ ജാദു ആത്താ ഹെ, അതായത് നമ്മുടെ ഭൂമിക്ക് മാജിക് അറിയാം എന്ന് പറയുന്ന ഗുൽസാർജി എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ. കവിതാ കാ പരിചയ കർത്തെ ഹുയെ ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഹെഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ കവിത ആരെഴുതിയതാണ്, ആ കവിതയുടെ പേരെന്താണ് എന്നുള്ളതാവണം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഹിന്ദി के प्रसिद्ध कवि गुलजार की एक सुंदर कविता है जमी को जादू आता है. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗുൽസാർ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് ജമീ കോ ജാദു ആത്താ ഹെ. इसमें जमी की खूबियों का वर्णन है. ഇതില് ഭൂമിയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കവി कहते हैं कि हमारी मिट्टी को जादू आता है. കവി പറയുന്നത് നമ്മുടെ ഭൂമിക്ക് മാജിക് അറിയാം എന്നാണ്. अमरूद, जामुन, करेला, नींबू आदि के बीजों से मिट्टी हमें फल देती है. ഇപ്പൊ നമ്മളോട് പറയാണ് പേരയ്ക്ക, അതുപോലെ ജാമുൻ അതായത് ഞാവൽ പഴം, കരേല അല്ലെ പാവയ്ക്ക, നീമ്പു, ലെമൺ, ഇതിന്റെ ഒക്കെ വിത്തിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഭൂമി ഫലങ്ങൾ അല്ലെ ഫ്രൂട്ട്സ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പേരയ്ക്കയുടെ വിത്തിട്ടാലും അതിലെ ജാമുന്റെ വിത്തിട്ടാലും അല്ലെങ്കിൽ നമ്മൾ കരേല അല്ലെങ്കിൽ നീമ്പു എന്തിന്റെ വിത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഭൂമി അത് നമുക്ക് എന്തായിട്ടാ തരുന്നത്, പഴങ്ങളായിട്ടാണ് തരുന്നത്, അല്ലെങ്കിൽ പച്ചക്കറികളായിട്ടാണ് നമുക്ക് തരുന്നത്. ഓക്കെ, കൈ രംഗോമേ ഫൂൽ ദേത്തി ഹെ, കൂടാതെ പല നിറങ്ങളിൽ എന്ത് തരുന്നുണ്ട്, പൂക്കൾ നമുക്ക് തരുന്നുണ്ട്. ബഡേ പേടോं को जमीन अपनी उंगली पर सुरक्षित रूप से रखती है. നമ്മുടെ ഭൂമിയിൽ ധാരാളം മരങ്ങളുണ്ട് അല്ലെ, ആ മരങ്ങളെയൊക്കെ സുരക്ഷിതമായിട്ട് നിർത്തുന്നത് ആരാണ്, നമ്മുടെ ഭൂമിയാണ്. ജമീൻ മേ ഗിരെ പാനി കോ വ ഘടക് ജാത്തി ഹെ. നമ്മുടെ ഭൂമിയിൽ എത്രത്തോളം വെള്ളം വന്നു കഴിഞ്ഞാലും ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന ഒരു കഴിവ് ആർക്കുണ്ട്, നമ്മുടെ ഭൂമിക്കുണ്ട്. വ അപ്നെ അന്തർ നദി छिपा लेती है. അത് അതിന്റെ ഉള്ളില് വലിയ നദിയെ പോലും ഒളിപ്പിച്ചു വെക്കാറുണ്ട്. കവി പൂछते हैं कि जमीन के नीचे चीनी के खाने या खटाई की चट्टाने. കവി ചോദിക്കുകയാണ്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നമ്മൾ വലിയ വലിയ പഞ്ചസാര ഖനികളോ അല്ലെങ്കിൽ വലിയ വലിയ പുളിപ്പിന്റെ ചവർപ്പിന്റെ ഒക്കെ വലിയ വലിയ പാറ കഷ്ണങ്ങൾ വല്ലതുണ്ടോ. ഫലോം കാ സ്വാദ് ബി അലഗ് അലഗ് ഹെ. അല്ലെ, നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഒരുപാട് പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പഴങ്ങൾക്ക് നല്ല മധുരമുണ്ട്. പക്ഷെ ആ മധുരം ആണെങ്കിലും ആ ടേസ്റ്റുകളാണെങ്കിലും ഒക്കെ എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഭൂമിയിൽ നിന്ന് ഉണ്ടാവുന്നതാണെങ്കിൽ പോലും പലതിനും പല ഡിഫറെന്റ് ടേസ്റ്റുകളും ഡിഫറെന്റ് മധുരങ്ങളും ഒക്കെയാണ് ഉണ്ടാവുന്നത് അല്ലെ. കുച്ച് പൽ മീഠേ ഓർ കുച്ച് ഖട്ടെ. ചിലത് നല്ല മധുരമാണ്, ചിലത് ഭയങ്കര ചവർപ്പും പുളിപ്പും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഫീക്കാ ഓർ സഖ്ത് ഖന്നെ കാ രസ് ബി അലഗ് ഹെ. യെ മീഠി കാ ജാദു ഹെ. ഇത് മിട്ടിയുടെ ജാദു ആണ്, ജമീന്റെ ആ ഒരു എന്താ പറയുന്നത് ജാദു അല്ലെ, മാജിക് ആണെന്നാണ് പറയുന്നത്. യെ ജമീൻ ഹമാരേ ലിയേ ക്യാ ക്യാ നഹി ദേത്തി. ഈ ഭൂമി നമുക്ക് എന്തൊക്കെയാണ് തരാത്തത്, അനാജ് ഭക്ഷണം, പാനി വെള്ളം, ഘർ ബനാനെ കി ജഗ വീടുണ്ടാക്കാനുള്ള സ്ഥലം, സംരക്ഷൺ സുരക്ഷ, ജീവൻ ബിതാനെ കി ജീസെ ജീവിക്കാനുള്ള വസ്തുക്കൾ, ശാന്തി കാ വാതാവരൺ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഭൂമി നമുക്ക് തരുന്നുണ്ട്. യ ജമീൻ ഹമാരി മാ ഹെ. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ഇസേ ഹം പ്യാർ കരേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. सरल भाषा में लिखी यह कविता हमारे मन में मिट्टी के महत्व के बारे में कई विचार उठाते हैं. വളരെ സരളമായിട്ടുള്ള, അതായത് സിമ്പിൾ ഭാഷ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ഈ കവിതയിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് മണ്ണിന്റെ മഹത്വത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. अपनी जमीन को ध्यान से रखने के लिए सबको प्रेरित करने में यह कविता सक्षम है. നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു കർത്തവ്യം, ആ കർത്തവ്യം നമ്മുടേതാണ്. നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗുൽസാർജിക്ക് ജമീ കോ ജാദു ആത്താ ഹെ എന്ന് പറയുന്ന കവിതയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ധൂപ് കി സന്തൂക്ക് എന്ന് പറയുന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ധൂപ് കി സന്തൂക്ക് എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പൂടെ നമുക്ക് നോക്കാം. കവിതാ पर टिप्पणी നോക്കാം. हिंदी के युव कवि और नाटककार वसंत सगर गाये की एक छोटी सी कविता है धूप की संतूक. ഹിന്ദിയിലെ യുവ കവിയും നാടകകൃത്തുമായിട്ടുള്ള വസന്ത് സഗർ ഗായെ എന്ന് പറയുന്ന ആളുടെ വളരെ ഒരു ചെറിയ കവിതയാണ് ധൂപ് കി संतूक. इसमें कवि संतूक की धूप का उपयोग बताते हैं. ഈ കവിതയിൽ അദ്ദേഹം പെട്ടിയുടെ ഉള്ളിലുള്ള വെയിലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കവി कहते हैं कि കവി എന്താ പറയുന്നത്? हम सब मिलकर നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് एक बड़ी संदूक बनाकर അല്ലെ ഒരു വലിയ പെട്ടി ഉണ്ടാക്കി उसमें बैसाख की कसाई की धूप भर देंगे. അതിൽ നമ്മൾ വൈശാഖ മാസത്തിലെ വെയിൽ എന്ത് ചെയ്യണം? നിറച്ചു വെക്കാം എന്ന് പറയുന്നുണ്ട്. फिर आने वाले दिनों में इसका फायदा हम देख सकेंगे. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു പെട്ടിയുടെ ഉള്ളിലുള്ള ആ വെയിലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലാവും. പാനി ബരസ്തേ വക്ത് മഴ പെയ്യുന്ന സമയത്ത് സൂരജ് മേഘോമേ ഗായബ് ഹോഗ നമ്മുടെ സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞു പോകാറുണ്ട്. തബ് യ സന്തൂഖ് കി ധൂപ് ആ സമയത്ത് ഈ പെട്ടിയുടെ ഉള്ളിലെ വെയിൽ സാരേ കീച്ചഡ് കോ സുഖാ ദേഗി മുഴുവൻ ചളിയും എന്ത് ചെയ്യാം? ഡ്രൈ ചെയ്യും അല്ലെ, ഉണക്കാം. ജാഡേക്ക് ദിനോമേ കൊഹരെ ഫൈൽത്തെ വക്ത് നല്ല തണുപ്പ് കാലത്ത് മൂടൽ മഞ്ഞ് അതായത് നമ്മുടെ കോടമഞ്ഞ് വ്യാപിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സൂര്യൻ എന്ത് ചെയ്യാറുണ്ട്? സൂരജ് ഭാഗ് ജാത്താ ഹേ അല്ലെ, നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യൻ ഓടി പോകാറുണ്ട്. ആ സമയങ്ങളിൽ തബ് ആംഗൺ മേ ടിട്ടുർത്തി ആ സമയത്ത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അല്ലെ ഇങ്ങനെ വിറച്ചിരിക്കുന്ന കൊടും തണുപ്പിൽ വിറച്ചിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിക്ക് എന്ത് ചെയ്യാം? കുറച്ച് വെയിൽ കൊണ്ട് അവർക്ക് കുറച്ച് ആശ്വാസം നമുക്ക് പകരാന്ന് പറയുന്നത്. ആംഗൻ മേ ടിട്ടുർത്തി ദാദി പർ ഇസ് സന്തൂക്ക് കി ധൂപ് ഒരു കയ്യിൽ ഇങ്ങനെ നമുക്ക് എടുത്ത് എറിയാന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇസ് പ്രകാർ സന്തൂക്ക് കി ധൂപ് കി മഹിമ सरल भाषा में कवि ने यहाँ व्यक्त किया है. ഇത്തരത്തിൽ സന്തൂക്ക് കി ധൂപ് അല്ലെ നമ്മുടെ ആ ഒരു പെട്ടിക്കുള്ളിൽ ഉണ്ടാവുന്ന ആ വെയിലിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ രണ്ട് കവിതയുടെയും ആസ്വാദന കുറിപ്പ് രസകരമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പോയി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ 27-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ഹിന്ദി എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ അയച്ച് ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ മിസ്സിന്റെ മക്കൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുക ആൻഡ് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.